ഏതൊക്കെയോ വാർത്തകളിൽ കുറച്ച് നാളായിട്ട് കേട്ടു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൽ ഇനി മുതൽ വീടുകളൊന്നും വാങ്ങിക്കാൻ ആളുകളുണ്ടാകില്ല എന്നുള്ളൊരു വാർത്ത. സത്യമാണോ? എനിക്ക് കേട്ടിട്ട് അങ്ങനെയായി തീരും. അല്ലെ, കേരളത്തിൽ ഇനിയുള്ള കുറേ വൃദ്ധജനങ്ങളും കുറേ അടച്ചിട്ടേക്കുന്ന വീടുകളും മാത്രമായി കേരളം മാറ്റപ്പെടുമെന്നാണ് മുഖ്യധാര മാധ്യമങ്ങൾ പലരും പല വാർത്തകളിലായിട്ട് പലയിടത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒട്ടും തന്നെ തോന്നുന്നില്ല അങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം. കാരണം ഏതൊരു പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാലും ഒരുപാട് ആളുകൾ വാങ്ങിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്, വിറ്റ് പോകുന്നുണ്ട്. മാർക്കറ്റിൽ നല്ല രീതിയിൽ പ്രോപ്പർട്ടീസ് സെല്ലായി പോകുന്നുണ്ട്. അതേപോലെ തന്നെ വിൽക്കാനുള്ള പ്രോപ്പർട്ടീസ് വരുന്നുമുണ്ട്. അത് സത്യം തന്നെ. പക്ഷേ ഏതൊക്കെ ഇരുന്നാലും വിറ്റ് പോകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. സ്റ്റാർട്ടഡിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കേണ്ട. ഞാനിപ്പോൾ ഉള്ളത് ആലുവയാണ് കേട്ടോ. ആലുവ ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ മാറിയിട്ട് ചൊവ്വര എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു ചെറിയൊരു വില്ല പ്രോജക്റ്റിനകത്തായിട്ടാണ് ഞാനുള്ളത്. ഏകദേശം 15 വർഷത്തോളം പഴക്കമുള്ള ഒരു വില്ല പ്രോജക്റ്റിനകത്തായിട്ടാണ്. ഇവിടെയായിട്ട് എനിക്ക് പുറകിലായി കാണുന്ന ഈ വില്ലയാണ് കേട്ടോ ഇവിടെ വിൽക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏകദേശം 10ഓളം വില്ലകൾ മാത്രമുള്ള ചെറിയ ഒരു വില്ല പ്രോജക്റ്റാണിത്. ഈ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയായിട്ട് വില്ലകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം 10ഓളം വില്ലകൾ മാത്രമാണ് ഈ ഒരു പ്രോജക്റ്റിനകത്ത് ഇവിടെയായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആലുവ ടൗണിൽ നിന്നും ഏകദേശം 5ഓളം കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ടുള്ള ഈ ഒരു വില്ലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു വില്ല നിൽക്കുന്നത്. പുഴയോട് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു വില്ല. പുഴയോട് വളരെ അടുത്ത്. ഈ ഒരു പോയിൻ്റ് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയവും ഒരു നെറ്റ് ചുളുക്കവും ഒക്കെ ഉണ്ടായിരിക്കും. കാരണം 2018 ഫ്ലഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത ഭാഗമാണ് കേരളത്തിൽ ആലുവ എന്ന നഗരം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വെള്ളം കയറിയ ഭാഗമാണോ എന്നുള്ളൊരു ചോദ്യം ആളുകൾക്കുണ്ടാവും. പുഴയുടെ തൊട്ടരികിലാണ് ഈ പ്രോപ്പർട്ടി എങ്കിലും ഈ പ്രോപ്പർട്ടിക്കുള്ളിൽ വെള്ളം കയറിയിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാവുന്നത്. അത് ഞാൻ ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരികയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇത് ലാസ്റ്റ് പോർഷനാണ്. അപ്പോൾ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു കെട്ടിടം കാണാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുഴയിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് താഴേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ട് നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു എൻട്രൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. താഴെയായിട്ട് പുഴയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല താഴ്ചയിലായിട്ടാണ് പുഴ അവിടെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബിൽഡിംഗ് അവിടെ വരുന്നത്. ഇനി നമുക്ക് നമ്മളുടെ വീടിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഏകദേശം 12 സെൻറ്റിനകത്തായിട്ട് 4050 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള വീടാണിത് കേട്ടോ. അപ്പോൾ 15 വർഷത്തോളം ഈ ഒരു വീടിന് പഴക്കമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട് ഗേറ്റ് 2 വശങ്ങളിലേക്ക് തുറക്കാവുന്ന ഗേറ്റാണ്. ഗേറ്റൊക്കെ അത്യാവശ്യം ഒരു 10 വർഷം അല്ലെങ്കിൽ 10-15 വർഷം മുമ്പുള്ള ഒരു ഡിസൈൻ പാറ്റേണാണ്. വീട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കേരളത്തിനും എവിടെയൊക്കെയോ ഓടിക്കളിക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. അതിനൊക്കെ ഓടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ ഓടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വലിയ ഓടുകളെല്ലാം. ആ ഓടുകൾ അതേപോലെ നിലനിർത്തിയിരിക്കുകയാണ്. എന്തൊക്കെ ഇരുന്നാലും ഒറ്റ നോട്ടത്തിൽ ആദ്യം തന്നെ പറയാം, കുറച്ച് പെയിൻറ്റിങ് വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ അല്ല, അഡീഷണൽ അല്ലറ ചില്ലറ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഈ വീട്ടിൽ ഇത്രയും നാളായിട്ട് സ്ഥിരതാമസക്കാരില്ല എന്നുള്ളതാണ് ഈ വീടിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ഇതിൻ്റെ ഓണർ വിദേശത്താണ്. അവർ വല്ലപ്പോഴും വരുമ്പോൾ ഇവിടെ തൊട്ടടുത്താണ് എയർപോർട്ട്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് തൊട്ടടുത്ത് ഇവിടേക്ക് വരും, കുറച്ച് നാൾ താമസിക്കും, രണ്ടോ മൂന്നോ ആഴ്ച താമസിക്കും. അതിനുശേഷം തിരികെ അവർ വിദേശത്തേക്ക് പോവുകയും ചെയ്യും. അതാണ് ഉണ്ടായിരുന്ന ഈ ഒരു വീട്ടിലേക്ക് എന്താ പറയുക, ഇത്രയും വർഷമായിട്ടുണ്ടായിരുന്ന താമസങ്ങൾ ഈ ഒരു തരത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പം എയർപോർട്ടിനോട് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി. ഏകദേശം ഒരു 10 കിലോമീറ്റർ താഴെ മാത്രമാണ് ഇവിടുന്ന് എയർപോർട്ട്. 10 കിലോമീറ്റർ ഇല്ലെന്ന് തോന്നുന്നു. അതിലും താഴെയായിട്ടാണ് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാനുള്ള വഴി വരുന്നത് കേട്ടോ. അപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡില്ലേ നമ്മൾ ഇനി വരാൻ പോകുന്നത്, ആ റോഡെല്ലാം ഇതിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വളരെ എന്താ പറയുക, അടുത്തായിട്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്നുകൊണ്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടൈലുകളാണ് ഈ ഭാഗത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് അത്യാവശ്യം വലിയൊരു വാഹനം സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റും. അതിന് തരത്തിലുള്ള നല്ലൊരു സ്പേസ്, ചെറിയ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ 2 വാഹനങ്ങൾ സുഖമായിട്ടും ഈ ഒരു പോർച്ചിനുള്ളിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾക്ക് ഒരുക്കിയിരിക്കുന്നു. വലിയ തൂണുകളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഈ ഒരു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടും
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഈ ഒരു മുറ്റത്തുണ്ട് ഈ ഒരു ഭാഗം ഇത്രയും മണ്ണ് അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഇവിടെയായിട്ട് ഒരു 3 തൈത്തെങ്ങുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു ഭാഗത്തായിട്ട്. ആദ്യം നമുക്ക് വീടിൻ്റെ പുറം ഭാഗം പൂർണ്ണമായിട്ടും ഒന്ന് കാണാം. ഈ ഒരു ഭാഗം ഇത്രയും. അതിനുശേഷം വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി കാണാം. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ദാ നല്ലൊരു പ്ലാവ് ഇവിടെ ഇതാ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വേണമെങ്കിൽ ചക്ക വേരിലൊന്നും അല്ല കായ്ച്ചിരിക്കുന്നത്, കടക്കലാണ് കായ്ച്ചിരിക്കുന്നത്. ഇതാ ഇവിടെ കായ്ഫലം ഉള്ള നല്ലൊരു പ്ലാവ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലാവല്ല അട്രാക്ഷനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഈ ഒരു പുഴ തന്നെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആലുവ പുഴയെ അടുത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടാവും, വെള്ളം കയറിയിട്ടുണ്ടാകില്ലേ, ഇതെന്താണ് സംഭവം എന്നുള്ള കാര്യം. ദാ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്ഥലം ദാ ഇവിടെ ഈ ഒരു താഴ്ഭാഗത്തായിട്ട് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. ഇത് പുറമ്പോക്കാണ് കേട്ടോ. ഈ ഒരു കാണുന്ന ഭാഗം ഇവിടെ കുറച്ച് ഭാഗം പുറമ്പോക്കായിട്ടാണ് ഈ ഒരു ഭാഗം ഇത്രയും കിടക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗം ഇത്രയും ഇതിന് പുറകിലായിട്ടാണ് പുഴയുള്ളത്. അതിനും താഴെ അപ്പം ഏകദേശം ആ ഒരു പറമ്പിൽ പോലും വെള്ളം എത്തിയിട്ടില്ല. അതിന് തൊട്ട് താഴെ വരെയാണ് വെള്ളം ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത്രയേറെ ഉയരത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത്. അത് എടുത്തു പറയേണ്ട അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെള്ളം കയറത്തില്ല എന്നുള്ളതൊരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ദാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാ ഇവിടെയായിട്ട് ഒരു മാവ് നിപ്പുണ്ട്. പിന്നെ ദാ ഇവിടെ പനിനീർ ചാമ്പ, നമ്മുടെ വെള്ള കളറിലെ പനിനീർ ചാമ്പ, വലിയ ചാമ്പയില്ലേ, ആ ചാമ്പ ദാ ഈ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ട് ചെറിയൊരു മതിലൊക്കെ ഇവർ കെട്ടി തിരിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയായിട്ട് കുറേ ഫ്ലാറ്റുകളൊക്കെ കാണാം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ആ പുഴയുടെ സൈഡിലായിട്ട് ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ താമസിക്കുന്നവർക്ക് നല്ല രസമായിരിക്കും പുഴയുടെ വ്യൂ ഒക്കെ അല്ലേ. എന്തായാലും കൊള്ളാം. ഇനി വെള്ളത്തിൻ്റെ സൗകര്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ KW വാട്ടർ കണക്ഷനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. ഇവിടെയായിട്ട് അതിനൊരു ടാങ്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതുകൂടാതെ പുഴയിൽ നിന്ന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പുഴയിൽ നിന്ന് വെള്ളം എടുക്കുന്നതിൽ എന്തെങ്കിലും നിയമപരമായിട്ട് പ്രശ്നങ്ങളുണ്ടോ, അറിയാവുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുഴയിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇവർ പറഞ്ഞു. പക്ഷേ എനിക്ക് അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ അറിയാത്തതുകൊണ്ട് തന്നെ ഞാനത് സംസാരിക്കുന്നില്ല. അപ്പോൾ പുഴയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് ശുദ്ധീകരിച്ച്, സത്യം പറഞ്ഞാൽ ഈ പുഴയിലെ വെള്ളം തന്നെയാണ് എറണാകുളം ജില്ലയിൽ എല്ലായിടത്തേക്കും ശുദ്ധജലമായിട്ട് കുടിവെള്ളമായിട്ട് എത്തുന്നത്. അപ്പോൾ എടുക്കുന്നതിൽ തെറ്റുണ്ടാവില്ല അല്ലേ. എനിക്കറിയില്ല, അറിയാവുന്ന ആളുകൾ അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് കമൻറ്റിൽ പറയുക. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ ഈ കണ്ട ഭാഗം ഇത്രയും നല്ലൊരു വരാന്ത ഈ ഒരു വീടിന് സ്വന്തമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കണ്ട ഭാഗത്ത് ഇത്രയും ആ ഒരു വരാന്തയുണ്ട്. ഒരു L ഷേപ്പിൽ നല്ല വലിയൊരു വരാന്ത ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു പഴയ മോഡലിൽ അവർ ചെയ്തെടുത്തിരിക്കുന്ന ഒരു വീടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ വരാന്ത, നല്ല നീളൻ വരാന്തകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് വിൻഡോസാണ് ഫുള്ളായിട്ടും കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിലെ വിൻഡോസിനെ കൊടുത്തിരിക്കുന്നു. അത് ഫ്രഞ്ച് വിൻഡോസിനെയാണ്. നല്ല ഭംഗിയുള്ള വലിയ ജനാലകളാണ് ഈ ഒരു വീടിൻ്റെ മുൻഭാഗത്ത് ഇത്രയുമായിട്ടും അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ തടികളുടെ കാര്യം പറഞ്ഞാൽ തേക്കാണ് തടികൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ മെയിൻ ഡോറൊന്ന് കാണിക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തേക്കാണ് മെയിൻ ഡോർ. കണ്ട ഡിസൈൻ നോക്കി, അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഡിസൈനാണ് മെയിൻ ഡോറിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ഡോർ തുറന്നുകൊണ്ട് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരാം. വാ, കയറി വന്നിട്ട് നമ്മൾ ആദ്യം ഈ ഒരു സൈഡിലേക്ക് വരണം. ഇവിടെയായിട്ടാണ് നമ്മളുടെ ലിവിങ്ങിനുള്ള സ്പേസ് വരുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഫർണിച്ചേഴ്സൊക്കെ കിടപ്പുണ്ട്. ഇത് കുറേ പഴയ ഫർണിച്ചേഴ്സാണ്. ഇതൊന്നും അധികം അങ്ങനെ ഉപയോഗിക്കുന്ന ഫർണിച്ചേഴ്സ് അല്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ആ ഒരു വരാന്തയിൽ കണ്ട ജനാല ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു ഭാഗത്ത്, അല്ലെ ഈ ഒരു ലിവിങ് ഏരിയയിൽ, അല്ലെ ലിവിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഈ ഒരു സ്പേസിൽ നമ്മൾക്ക് കിട്ടുകയാണ്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു നടുമുറ്റം. വാവ്, കൊള്ളാം. ഒരു നടുമുറ്റം, ഒരു 4 കെട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഒരു 4 കെട്ട് എന്നുള്ള രീതിയിലാണ്, ആ ഒരു കൺസെപ്റ്റിലാണ് ഇവർ ഈ ഒരു വീടിനെ നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെ ഈ ഒരു വില്ലയെ നിർമ്മിച്ചിരിക്കുന്നത്. 4 തൂണുകൾ 4 സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഗ്ലാസ് ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഈ ഗ്ലാസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വേണമെങ്കിൽ വരും മുകളിൽ നിന്ന്, പക്ഷേ മുകളിൽ ഇവർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുള്ള് അഴുക്ക് പിടിച്ച് കിടക്കാം കേട്ടോ. അപ്പോൾ വേണം എന്താ വെള്ളം കുറേശ്ശെ ഇതിലേക്ക് വീഴാനായിട്ട് ഇവരിതെങ്ങനെ സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെള്ളം വീണാലും ഒഴുകി പോകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം കൃത്യമായിട്ടും ഈ ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ 4 കെട്ടിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പിന്നെ കാണാം. നമുക്ക് ആദ്യം നമ്മളുടെ ഡൈനിങ് ഏരിയ കാണണം. ഇവിടെയായിട്ടാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ. നോക്കിയേ, നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ ആണ് അല്ലേ. നല്ല വലിയൊരു ഡൈനിങ് ഏരിയ. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ കിടപ്പുണ്ട്. ഇതൊന്നും നോക്കണ്ട, ഇതെല്ലാം പഴയ ഫർണിച്ചേഴ്സാണ്. ഇവിടെ ഒരു AC ഇരിക്കുന്നുണ്ട്. ഇതും പഴയതാണ്, വളരെ പഴക്കം ചെന്ന AC ആണ്. ഇവിടെയായിട്ട് വലിയൊരു
ജനാല ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയായിട്ട് നമ്മുടെ കാർ പോർച്ചിലേക്ക് തുറക്കുന്ന ജനാല ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ വാഷ് ഏരിയ ആണ്. ഹിൻവെയറിൻ്റെയാണ് ഫിറ്റിങ്സ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടോപ്പ് ഗ്രാനൈറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണികൾ നമ്മൾ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ കുറച്ചധികം പണികൾ നമ്മൾ ചെയ്തെടുക്കണം. കാരണം പെയിൻറ്റിങ് ചെയ്യണം, പിന്നെ ഇവിടെ ഇതിനടിയിലുള്ള വർക്കുകളെല്ലാം മാറ്റണം. അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് വർക്കുകൾ നമ്മൾ ചെയ്തെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. പിന്നെ ഇവിടെ ഒന്നും സീലിംഗ് വർക്കോ മറ്റു വർക്കുകളോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ ഇപ്പോഴുള്ള മോഡേൺ വീടുകളിലെല്ലാം സീലിംഗ് വർക്കുകളും മറ്റു വർക്കുകളും ഒക്കെ നമ്മൾ കാണാം. പക്ഷേ ഈ വീട്ടിൽ അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതേപോലെ ഡിസൈൻ ലൈറ്റ് വർക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതുവഴിയിട്ട് നമുക്ക് അടുക്കളയിലേക്ക് കയറാം. അപ്പോൾ അടുക്കള നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അടുക്കള ഇഷ്ടപ്പെട്ടൊരു കാര്യം മതിയായ സ്പേസ് അടുക്കളയ്ക്കകത്തുണ്ട്. നല്ല സ്ഥല സൗകര്യമുള്ള അടുക്കളയാണ്. അടുക്കള വേണേൽ 2 പാർട്ടുകളായിട്ട് തിരിച്ചായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ആയിട്ട് നോക്കി ഇതെല്ലാം ഗ്രാനൈറ്റാണ്. അതേപോലെ തടികളെല്ലാം തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കബോർഡ് വർക്കുകളുടെ പാർട്ടീഷനൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ നല്ല രീതിയിൽ വെന്റിലേഷനും അടുക്കളയ്ക്ക് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് ഓക്കെ. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായിട്ടും നല്ല രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ അടുക്കളയുടെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ഒരു സീലിങ്ങിൻ്റെ കുറച്ചെങ്കിലും വർക്കുകൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. കുറച്ച് വർക്കുകളാണ്, വളരെ ചെറിയ വർക്കുകളാണ്. നമുക്ക് ഈ ഒരു പോർഷന് വേണമെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയും ഒരു എൽ ഷേപ്പിലെ ടോപ്പ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഡിഷ് വാഷറോ മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ ഭാഗത്തുള്ള സ്പേസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് 2 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഇലക്ട്രിക് ചിമ്മിനി ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് സിങ്കും ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ജനാല അവിടെ വന്നേക്ക് നമ്മൾക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം. അടുക്കളയിൽ ഈ ഒരു ഡോർ തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പുറത്ത് ഒരുപാട് സ്ഥലമുണ്ടെന്ന് അവകാശപ്പെടുന്നില്ല, എന്നാലും കുറച്ച് സ്ഥലം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടും. ഇവിടെ അത്യാവശ്യം ഇത്തരത്തിലുള്ള ഒരു സ്പേസാണ് ഈ ഒരു ഭാഗം കിട്ടുന്നത്. ഇവിടെയായിട്ട് നല്ലൊരു ആര്യവേപ്പ് നിൽപ്പുണ്ട് കേട്ടോ. ആര്യവേപ്പ് നല്ല കയ്പ അടുപ്പിച്ച് കഴിച്ച് കാണിക്കുന്നില്ല, പക്ഷെ കൊള്ളാം. മൊത്തത്തിൽ നല്ലൊരു വൈബൊക്കെ ഉണ്ട് കേട്ടോ ഈ സ്ഥലം. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, കണ്ടിട്ട് സംഗതി സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. പ്രൈസ് പറയണമല്ലേ, പ്രൈസൊക്കെ പറയാം. ബാക്കി വീടിൻ്റെ അകം മുഴുവൻ കാണണ്ടേ, ബെഡ്റൂമുകളൊക്കെ കാണണ്ടേ, കാണാതെ എങ്ങനെയാണ് വില പറയുന്നത്. അപ്പോൾ മൊത്തം 4 ബെഡ്റൂമാണ്. താഴത്ത് 2 ബെഡ്റൂമുകളാണുള്ളത്. നമുക്ക് ആ 2 ബെഡ്റൂമിൽ കാണാം. വാ 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 ദാ. ഇനി ഞാൻ വേറെ കാര്യം പറയാം. ഇവിടെ ടൈലിൻ്റെ ഡിസൈൻസൊക്കെ പഴയ ഡിസൈൻസാണ്. 10-15 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തുള്ള വലിയ ടൈലുകളൊന്നുമില്ല. സാധാരണ മാർബിളും ഗ്രാനൈറ്റും ഒക്കെയാണ് ഇത്തരം പഴക്കം ചെന്ന വീടുകളിലൊക്കെ ഉപയോഗിച്ച് കാണാറ്. പക്ഷേ ഇവിടെ എല്ലാം ടൈലുകളാണ്. പക്ഷേ ഇത്തരം ടൈലുകളൊന്നും ഇപ്പോൾ ആരും വീടുകളിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ള സത്യം തന്നെ. വേണമെങ്കിൽ ഇതെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് പുതിയത് വേണമെങ്കിൽ വെക്കാം. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഈ വീട് പൂർണ്ണമായിട്ടും പുഴമണലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുഴമണലിന് സൗണ്ട് താത്തി പറഞ്ഞ മറ്റൊന്നുമല്ല, ആളുകൾ കേട്ടാൽ, അധികൃതർ കേട്ടാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴല്ലേ പുഴമണൽ പ്രശ്നമാകുകയും പുഴമണൽ ഉപയോഗിച്ച പ്രശ്നമാകുകയൊക്കെ ചെയ്യുന്നത്. 10-15 വർഷം മുമ്പ് വളരെ സുലഭമായിട്ടാണ് പുഴമണൽ കിട്ടിക്കൊണ്ടിരുന്നതും. ഇവർ പറഞ്ഞത് തൊട്ടടുത്ത് പുഴയാണ്, ഇവിടുന്ന് തന്നെ വാരിയെടുത്ത് സംഗതി പണിതാണ് വീടെന്നാണ്. അതുമല്ല, നല്ല ഒന്നാന്തരം ചുടുകട്ടയിൽ കൂടെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. സോ അത്രയ്ക്കും സ്ട്രോങ് ആണ്, സ്ട്രക്ചർ സ്ട്രോങ് ആണ്. സോ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫുള്ളൊന്ന് മൂടി പിടിപ്പിക്കും, പെയിൻ്റൊക്കെ അടിച്ച്, ചിലപ്പോൾ വേണമെങ്കിൽ പുട്ടിയൊക്കെ ഇട്ട് ടൈലൊക്കെ വേണമെങ്കിൽ ഒന്ന് മാറ്റി അത്തരത്തിലുള്ള പണികളൊക്കെ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. സീലിംഗ് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അത്തരത്തിലുള്ള പണികൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യണം. പക്ഷേ സ്ട്രക്ചറുമേൽ നിങ്ങൾ തൊടേണ്ട. സ്ട്രക്ചർ സ്ട്രോങ് ആണ് എന്നുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ഉടമസ്ഥർ നമുക്ക് സാക്ഷ്യം ചെയ്യുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് കയറാം. നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് ഇവിടെ നമ്മൾ കിട്ടുന്നത്. 2 ഭിത്തികളിലും ജനാല ആവശ്യാനുസരണം വലിപ്പമുള്ള ജനാലകളാണ്. ഈ ഒരു റൂമിൻ്റെ 2 വശങ്ങളിലും വരാന്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഓപ്പണിങ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പുഴ നമുക്ക് കാണാനായി ഈ ഒരു ജനാലിൽ നോക്കുമ്പോൾ നമുക്ക് പുഴ കാണാനായിട്ട് പറ്റും കേട്ടോ. അത് ഈ ഒരു റൂമിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു ബെഡ്റൂമിനുണ്ട്. ഒരു AC ഇരിപ്പുണ്ട്, കാര്യമാക്കണ്ട. ഞാനത് വലിയ നല്ല AC ആണെന്ന് ഉപയോഗിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കണ്ടിട്ട് അയോഗ എന്നല്ലേ ഈ പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ, ഈ ഒരു ബ്രാൻഡ് നെയിം. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ബ്രാൻഡ് നെയിം കേൾക്കുന്നത്, അയോഗ എന്ന് പറഞ്ഞിട്ട്. ഇനി എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം,
നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ കമൻറ്റിൽ ചോടെ പറയാം. സുസ്വാഗതം. കയറി വന്ന് പറഞ്ഞു ബാ. ഇനി നമുക്ക് ബാത്റൂം കാണണം. വാർഡ്രോബിൻ്റെ സ്പേസ് ഇവിടെ വാർഡ്രോബ് ഇല്ല. വാർഡ്രോബ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ ഒരുക്കി എടുക്കാം. ഇവിടെ ആയിട്ടാണ് നിങ്ങളുടെ ബാത്റൂം. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഒരു പഴയ മോഡലുള്ള ബാത്റൂമാണ്. ഹിൻഡ്വെയറിനാണ് ഫുൾ ഫിറ്റിങ്സ് ഒക്കെ വരുന്നത്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ചെറിയ ബാത്റൂമാണ് ഇവിടെ നമ്മൾ കിട്ടുന്നത്. ഒരുപാട് മോഡേൺ ഡിസൈനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. കാരണം ഉപയോഗിക്കാൻ ആൾ വേണ്ടേടെ ഇവിടെ. ആളില്ലാതെ പിന്നെ എങ്ങനെ ഉപയോഗിക്കുന്നത്? ഇനി അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം ഞാൻ കാണിച്ചു തരാം. വാ കമോൺ. ഇനി രണ്ടാമത്തെ ബെഡ്റൂം കാണാനായിട്ട് നമ്മൾ പോകുന്ന വഴി ഇവിടെ ഒരു സ്പേസ് ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രയർ റൂമായിട്ട് മാറ്റാം. ഇവിടുത്തെ ഉടമസ്ഥൻ ഇതിനെ ചൂണ്ട വെക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹേ ഗെയ്സ്, എന്താണത്? ഹേ പ്രഭു, ഉണ്ടോ ഈ ഉടമസ്ഥൻ്റെ? എന്നാലും ഇത് നോക്കി, ഇങ്ങനെ ഇതിനെ ചൂണ്ടയൊക്കെ വെക്കാനും സ്ഥാനങ്ങളൊക്കെ വെക്കാനും ഉപയോഗിച്ചത്. സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പ്രയർ റൂമാക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ മുകളിലൊരു റൂമുണ്ട്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ലിഫ്റ്റാക്കി വെക്കാനായിട്ട് പറ്റും. അവിടെയും ഇതേപോലൊരു സ്പേസ് ഉണ്ട്. സോ വീടുകളിൽ ഇപ്പോൾ ലിഫ്റ്റ് വെക്കുന്നത് ട്രെൻഡ് മാത്രമല്ല, ആവശ്യകതയുമാണ്. കാരണം പ്രായമുള്ള ആളുകളുണ്ട്, പടി കയറുന്ന കാര്യം മുതലാവില്ല, ചെയ്യാൻ പാടാണ്. എനിക്ക് ബുദ്ധിമുട്ടാണ് മുകളിലത്തെ നില വരെ വലിഞ്ഞേറിപ്പോൻ. തീർച്ചയായിട്ടും ഒരു ലിഫ്റ്റ് അനിവാര്യമാണ്. അങ്ങനെ ലിഫ്റ്റ് നിങ്ങൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു കമ്പനിയെ പരിചയപ്പെടുത്താം. ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിക്കോ, ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. വീടുകളിൽ ലിഫ്റ്റ് വെച്ച് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. ഞാനിപ്പോൾ സ്ഥലം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആർക്കെങ്കിലും വീടുകളിൽ ലിഫ്റ്റ് വെക്കാനുണ്ടെങ്കിൽ അംഗീകൃത ലൈസൻസ് ഉള്ള കമ്പനിയാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എടുത്ത് വിളിച്ചോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ബാ നോക്കിയേ, എന്താ സ്പേസ്! നല്ല സ്ഥല സൗകര്യമാണല്ലോ. നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല കലക്കൻ സ്പേഷ്യസ് ആയ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെഡ്റൂമിൽ നിന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. രാത്രി കാലങ്ങളിൽ ഈ ബെഡ്റൂമിലേക്ക് മാത്രമായിട്ട് നമുക്ക് ഈ വീടിനുള്ളിൽ പ്രവേശിക്കാം. ചെറുപ്പക്കാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ റൂമിലൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വീട്ടുകാരെ ഉണർത്താതെയും ബഹളം വെക്കാതെ അകത്തേക്ക് കയറാം. ഇനി വേറെ കുൽസിത പ്രവർത്തികൾക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനുമാകാം, ഞാൻ മറ്റൊന്നും പറയുന്നില്ല. അപ്പോൾ വാ വാ വാ, ഇതിലേക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ ഇതാ നമ്മളുടെ ആ വരാന്തയിലേക്ക് എത്താം. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നമ്മളുടെ മുറ്റത്തേക്ക് ഇറങ്ങാം. ഇപ്പോൾ രാത്രി രണ്ടെണ്ണം അടിക്കുന്ന വ്യക്തിയാണെങ്കിൽ, സ്മോക്ക് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൽ കൂളായിട്ട് ഇറങ്ങി വരാം. ഇവിടെ നിന്ന് സ്മോക്ക് ചെയ്യാം, രണ്ടെണ്ണം അടിക്കാം, പ്രശ്നമില്ല. പ്രകൃതിയെ ആസ്വദിക്കാം, ഒരു വിഷയമില്ല. ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, ആരെയും ശല്യം ചെയ്യേണ്ട. അവനവൻ്റെ റൂം തുറക്കുക, ഇറങ്ങി വരിക. എന്ത് നല്ല വൈബാണല്ലേ. ഇനി നമുക്ക് കാണേണ്ടത് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം കാണാം. കയറി വാ കയറി വാ കയറി വാ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. അതേപോലെ തന്നെ ഈ 10-15 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും അന്നേ ടി വിക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ടി വി വെക്കാനും മറ്റ് സൗകര്യങ്ങളെല്ലാം നമ്മളുടെ സ്വിച്ച് പോയിൻറ്റുകളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെയും അയോഗ എന്ന് തന്നെ അല്ലേ എഴുതിയേക്കുന്നത്? അയോഗ എന്ത് ചുമ്മാതല്ല, അറബിയാന്നല്ലേ എഴുതിയേക്കുന്നത്. UAE. അപ്പം ദുബായിൽ നിന്നും കൊണ്ടുവന്നേക്കുന്ന സാധനമാണ്. അപ്പോൾ പ്രവാസികൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഈ ഒരു കമ്പനി. ദുബായ് ഐറ്റമാണ് കേട്ടോ. ദുബായ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തെ ഐറ്റമാണ്. അറബിയാണ് ഫുൾ എഴുതിയേക്കുന്നത്. അൽ ഫത്തലു. അറബി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടേ വായിക്കടേ, വായിച്ചിട്ട് അതിനുള്ള മറുപടി പറഞ്ഞതാ. കൃത്യമായിട്ട് നമുക്കറിയത്തില്ല അറബി. ഇനി ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിങ് ഏരിയ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തെ പോലെ തന്നെ ഇവിടെയും വാർഡ്രോബില്ല. വിഷമിക്കേണ്ട, ബാത്റൂം ഞാൻ കാണിച്ചു തരാം. ബാത്റൂം ലൈറ്റ് ഉണ്ട്, ഭാഗ്യം. കയറി നോക്കിക്കോ, ബാത്റൂം കണ്ടോ. അപ്പം ബാത്റൂം പഴയ ഡിസൈനാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എയർ വെന്റിലേഷൻ വിൻഡോയും ഹീറ്റർ കൊടുത്തിട്ടില്ലല്ലോ. കുഴപ്പമില്ല, അത്യാവശ്യം ബാത്ത് ഏരിയയൊക്കെ പാർട്ടീഷനും മറ്റു കാര്യങ്ങളൊക്കെ കർട്ടൻ ഇട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാത്റൂം നോക്കിയിട്ട് എല്ലാത്തിനും സ്പേസ് ഉണ്ട് കേട്ടോ. ഞാൻ അത് എടുത്ത് പറയാം, എല്ലാത്തിനും സ്പേസ് ഉണ്ട്. പിന്നെ കാണുന്ന പുറമോടിയിൽ കാണുന്ന പല കാര്യങ്ങൾക്കും ഭംഗിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളില്ല എന്നല്ല അർത്ഥം. ഉപയോഗിക്കാതെ കടന്നുകൊണ്ട് മാത്രം ഉണ്ടായേക്കുന്ന പ്രശ്നങ്ങളാണ്, അല്ലാതുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി സ്റ്റെയറിൻ്റെ കാര്യം ഞാൻ പറയാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ. ഇവിടെയായിട്ടാണ് നമ്മളുടെ DBയുടെ സ്ഥാനം. DBയുടെ കാര്യം പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഇത്രയും വർഷം പഴക്കമുണ്ടെങ്കിലും അന്നേ നമ്മൾ 3 ഫേസ് കണക്ഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നോട്ട് ദ പോയിന്റ്. ഇനി നമുക്ക് സ്റ്റെയർ കയറാം.
സ്പൈറലായിട്ട് കറങ്ങി കറങ്ങി കയറുന്ന ഒരു സ്റ്റെയറാണ്. ഈ ഒരു ഭാഗത്ത് ഒരു ഓറഞ്ച് കളറിലുള്ള ടെക്സ്ചർ വർക്ക്. അന്നേ ടെക്സ്ചർ വർക്കൊക്കെ ഉണ്ടോ, പിന്നീട് ചെയ്തതാണോ? എന്തായാലും നല്ല ടെക്സ്ചർ വർക്ക് ഉണ്ട്. ഗ്രാനൈറ്റ് ആണ് പടികൾക്ക് കൊടുത്തിരിക്കുന്നത്. SS-ൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകളാണ് കൈവരികൾ. മുകളിലേക്ക് നോക്കിയാൽ പർഗോള. അമ്പോ, പർഗോള എന്നുള്ള ഡിസൈൻ കേട്ടോ. കൊള്ളാം, നോക്കിയേ, കലിപ്പ് ഡിസൈൻ. അപ്പോൾ പർഗോള കൊടുത്തിട്ടുണ്ട്. വാ 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 കയറി, സമയം കളയല്ലേ, ഓടി വാ. നിങ്ങൾ എൻ്റെ കൂടെ ഓടി വരണ്ടേ, ഇന്നല്ലേ കാണാൻ പറ്റത്തുള്ളൂ. വാ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സൈഡിലേക്ക് പോകാം. ഇതൊരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലമാണോ ഈ ഒരു ഭാഗം. ഇവിടെ ഒരു ഡോറുണ്ട്. ഇവിടെ ആയിട്ടാണ് മുകളിലത്തെ DB. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, ഒരു കോമൺ ടോയ്ലറ്റ്. അപ്പോൾ അതിനുള്ള സൗകര്യം ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാ, ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ. ഒരു വാഷിംഗ് പർപ്പസിനായിട്ടൊക്കെ തുണിയൊക്കെ അലക്കാനൊക്കെ പറ്റുന്ന അത്തരത്തിലുള്ളൊരു സ്പേസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പേസിന് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. കൊള്ളാം. ഈ പ്രാവുകളും മറ്റു കാര്യങ്ങളൊന്നും കയറാതിരിക്കാനായിട്ട്. ഇവിടെ നോക്കിയാലും പുഴ കാണാം കേട്ടോ. ഇവിടെ നിന്ന് ആ പുഴ എന്ന് കാണിച്ചു കൊടുത്തേ. അപ്പോൾ ഇവിടെ നോക്കിയാലും പുഴ വ്യൂ ഉണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഇവിടെ ഓടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലത്തെ പത്രം വായിച്ച സമയത്ത് ഇതൊന്ന് പറഞ്ഞോട്ടെ എന്നിട്ട് കാണിക്കാം. ഇന്ന് രാവിലത്തെ പത്രം വായിച്ച സമയത്തെ പത്രത്തിലൊരു വാർത്ത കിടക്കുക, നമ്മുടെ നാട് അതിതീവ്രമായിട്ടുള്ളൊരു പ്രശ്നത്തിൽ കൂടെ കടന്നുകൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ജനുവരി മാസം മുതൽ ചൂട് തുടങ്ങിയിരിക്കുക. 10-31 ഡിഗ്രിയാണ് ജനുവരി മാസത്തെ ചൂട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എന്തായിരിക്കും അവസ്ഥ? മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് മഴ പെയ്തു തുടങ്ങും അല്ലേ? എന്നാലും മാർച്ച്, ഏപ്രിലിൽ താണ്ടുണ്ടേ. എന്തായാലും നല്ല ചൂടായിരിക്കും. അത് ആ പ്രതിഭാസത്തിനൊരു പുതിയ പേര് ഉണ്ട്. പത്രം വായിച്ചവർ ആ പ്രതിഭാസത്തിൻ്റെ പേര് താഴെ കമൻറ്റിൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു പ്രതിഭാസം കാരണം നമ്മളുടെ ജനുവരി മുതൽ നമ്മുടെ നാട്ടിൽ ചൂടെത്തി തുടങ്ങിയിരിക്കുകയാണ്. അതിഭയങ്കരമായ ചൂടാണ്. പക്ഷേ ഇവിടെ ചൂടില്ല. എന്താ റീസൺ? ഇതാണ് റീസൺ. ഇനി കണ്ടോ, ഈ ഓടാണ് റീസൺ. ഈ ഓടുണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ചൂടില്ല കേട്ടോ. പക്ഷേ അങ്ങ് ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഓട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ആ ഓട് നിങ്ങൾ മാറ്റിയെടുക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ നനയും. വാ, ഇനി അടുത്ത സ്ഥലം കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് വീണ്ടും ഒരു ഡോറുണ്ട്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ടെറസിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആയിട്ടൊക്കെ ധാരാളം സ്പേസ് ഉണ്ട്. തുണിയൊക്കെ എടുക്കാനോ അല്ല അത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ സ്പേസ് ഈ ഒരു ഭാഗത്ത് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്ഥല സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നടുമുറ്റം ഏരിയ. നടുമുറ്റം ഏരിയയുടെ കുറച്ച് ഭാഗത്ത് കണ്ടോ, ഇവിടെയൊക്കെ ഈ ഓടൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഇനി അതേപോലെ തന്നെ മുകളിൽ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഗ്ലാസ് അല്ല, പോളികാർബണേറ്റ് ഷീറ്റുകളാണ്. സത്യം പറഞ്ഞാൽ ഇത് മാറ്റിക്കഴിഞ്ഞാൽ വെള്ളം ഡയറക്റ്റ് ഇവിടേക്ക് വീഴും. താഴെ നമുക്ക് നമ്മളുടെ നടുമുറ്റത്തേക്ക് വെള്ളം വന്നോളും. കൊള്ളാം. അതില്ലെങ്കിൽ വേറൊരു വൈബാണ്. ഇനി അങ്ങനെ വൈബാക്കേണ്ടവർക്ക് അങ്ങനെയാക്കാം. എന്തായാലും കൊള്ളാം സ്പേസ്. ഇനി പുഴമണലാണോ എന്ന് നമ്മൾ താഴത്ത് വെച്ച് പറഞ്ഞായിരുന്നു. സംശയമുള്ളവർക്കൊന്ന് നോക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ മനസ്സിലാകും ഇവിടെ പുഴമണലാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ ഭാഗത്ത് ഇത്രയും പെയിൻറ്റ് മറ്റോ പോയതാണ് കേട്ടോ. അത് കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും പുഴമണലാണ് ഇവിടെ തേപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്നുള്ള കാര്യം. അപ്പോൾ ഇനി മുകളിലത്തെ ബാക്കിയുള്ള റൂമുകൾ നമ്മൾക്ക് കാണേണ്ടതുണ്ട്. വാ. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്പേസ് ഉണ്ട്. ഏത് സ്പേസാണ്? നമ്മളുടെ പ്രെയർ റൂമിന് നേരെ മുകളിലായിട്ടൊരു സ്പേസ് ആണെന്ന് പറഞ്ഞില്ലേ. വേണമെങ്കിൽ ലിഫ്റ്റ് വെക്കാം എന്ന് ഞാൻ പറഞ്ഞ സ്പേസ് അല്ലേ, ആ സ്പേസാണത്. താഴത്തെ സെയിം അതേപോലെ തന്നെ മുകളിലും അങ്ങനെ ഒരു ചെറിയ റൂം കൊടുത്തിട്ടുണ്ട്. ഇത് വേണേൽ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റാക്കി കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ അടുത്ത റൂമാണ്. ഇത് വേണമെങ്കിൽ ബെഡ്റൂം ആക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ബാത്റൂമില്ല ഈ ഒരു റൂമിന്. അപ്പോൾ ഈ റൂം വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോം തിയേറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല നീളമുള്ള ഒരു റൂമാണ് കേട്ടോ. അപ്പോൾ ഒരു അപ്പർ ലിവിങ് സ്പേസ് ആയിട്ടോ ഒരു ഹോം തിയേറ്ററായിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഈ ഒരു റൂമിനെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇപ്പോൾ ഈ സൈഡിലെല്ലാം ജനാലകളാണ്. നമ്മുടെ നടുമുറ്റത്തിൻ്റെ ഇവിടെ വലിയൊരു ഹാളായിട്ട് ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല സ്പേസാണ്. ഓക്കെ, എന്താ വലിയ സ്പേസ്. അപ്പർ ലിവിങ് ഏരിയ സൂപ്പർ സ്പേസ് അല്ലേ, നല്ല കലക്കൻ ലിവിങ് സ്പേസ്. അപ്പോൾ ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റഡി ഏരിയ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കാൻ പറ്റും. അതിനൊക്കെ ഉള്ള സ്പേസ് എന്തായാലും ഈ ഭാഗങ്ങളിലുണ്ട്. ഇനി ഇങ്ങോട്ട് വാ. ഇനി ഇവിടെ ഒരു ചെറിയ കുഞ്ഞ് ബാൽക്കണി ഉണ്ട് കേട്ടോ, ഒരു കുഞ്ഞ് ബാൽക്കണി. അപ്പോൾ ഈ കുഞ്ഞ് ബാൽക്കണി എന്ന് കഴിഞ്ഞാൽ
നമുക്ക് ഈ വീടിൻ്റെ മുറ്റവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൊട്ടടുത്ത വീട്ടിൽ അവിടെ ബൊഗെയിൻ വില്ല പൂക്കൾ, എന്തായാലും നൈസ് വൈബ്, കൊള്ളാം, നല്ല വൈബ്. ഇനി നമുക്ക് ഒരു ബെഡ്റൂം കൂടെ കാണാനുണ്ട്. വാ 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 ബാൽക്കണി കണ്ട് നിന്നേക്കെ മതി, നിങ്ങളിങ്ങനെ വാ. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. കമോൺ ബോയ്സ് ആൻഡ് ഗേൾസ്. മാസ്റ്റർ ബെഡ്റൂമിൽ മാസ്റ്ററായിട്ട് നിൽക്കുന്ന ഒരു കട്ടിലൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഇതൊരു പഴയ ഡിസൈനുള്ള കട്ടിലാട്ടോ. നമുക്ക് ഈ റൂമിൽ ചെറിയ സീലിംഗ് ഡിസൈൻ വർക്കുകളൊക്കെ കൊടുത്തേക്കുന്ന കാണാൻ പറ്റും. അയോകയുടെ തന്നെ കൂടിയ ഒരു AC ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ജനാലയുടെ ഇത് പടിഞ്ഞാറ് ഭാഗമായതുകൊണ്ടാണ്, പടിഞ്ഞാറോട്ടാണ് ഈ വീട് ഫേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വൈകുന്നേരമുള്ള വെയിൽ ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഹാഫ് പോർഷൻ മാത്രം ജനാല കൊടുത്തുകൊണ്ട് കൂടുതൽ ജനാലകൾ ആ പുഴയെ ഫേസ് ചെയ്തിട്ടാണ് ഇവർ കൊടുത്തേക്കുന്നത്. അത് കുറച്ചുകൂടെ നല്ലൊരു വൈബാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഫൈനലി നമ്മൾ കണ്ടിരിക്കുന്നു എന്താണ് വാർഡ്രോബ്. ഇവിടെയായിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. തടി കൊണ്ട് തന്നെ ചെയ്തേക്കുന്നൊരു വാർഡ്രോബാണ്. പിന്നെ വേറെ കാര്യം, ഒരു ഹാഫ് പാർട്ടീഷൻ ഉണ്ടോ, ചെറിയൊരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തു. ഇതെന്തിനാണാവോ? അഭിപ്രായം കമൻറ്റിൽ പറയണം, ഇതെന്തിനാണ് കൊടുത്തേക്കുന്നത് എന്നുള്ള കാര്യം. ഇനി ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഡ്രസ്സിങ് ഏരിയ. ഇവിടെയായിട്ട് നല്ലൊരു ഡ്രസ്സിങ് ഏരിയ, മിററും സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ട്. സംഗതിയെല്ലാം അല്പം ഡാമേജൊക്കെ ആയിട്ടിരിക്കുകയാണ്. എല്ലാം സൂപ്പർ കണ്ടീഷനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബാത്റൂമിലേക്ക് കയറാം. വാ മോനെ, പൊളിമൂഡ് വൈബ്. വാ, ലാസ്റ്റ് വാഷിൽ ക്ലോസറ്റ് ഏരിയ അതൊക്കെ നോക്കിയേ. സംഗതി അത്യാവശ്യം നല്ല ക്ലാസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമിനോടെ ചെയ്തേക്കുന്നത് കേട്ടോ. കൊള്ളാം. മുകളറ്റ് വരെയും ടൈലൊക്കെ ഒട്ടിച്ച് നല്ല വൈബിൽ തന്നെ കൊടുക്കണം. ലൈറ്റുണ്ടോ? ലൈറ്റൊക്കെ ഉണ്ടല്ലോ, കൊള്ളാം അല്ലേ. ഇനി വാഷ് ബേസിൻ നോക്കിയേ. ഇൻവെയറിൻ്റെ വാഷ് ബേസിനാണ്. ഇനി യൂണിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് മോനെ. ഷവർ യൂണിറ്റൊക്കെ കാണാം കേട്ടോ. പൊളി. എക്സോസ്റ്റ് ഫാൻ, ഹീറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഹീറ്റർ ഏതോ ഒരു കമ്പനിയുടെ കുറേ 5 സ്റ്റാർ ആണെന്ന് മാത്രം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. കമ്പനി അറിയാവുന്ന ഒരു കമൻറ്റ്. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ഫൈനലി അടുത്ത ബാൽക്കണി. ഈ വീടിൻ്റെ പ്രൈം ഏരിയ ഇതാണ്. ഈ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണി ഇതാണ്. ബാൽക്കണി എന്നുള്ള വ്യൂ പുഴയാണ് നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ. ഓപ്പോസിറ്റ് സൈഡിൽ നല്ല കലക്കനൊരു വീടുണ്ട് കേട്ടോ. സൂപ്പർ, ഒന്നും പറയാനില്ല. അങ്ങനെ തന്നെ ഫ്ലാറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു രക്ഷയില്ല കേട്ടോ, കലക്കൻ വ്യൂ. അപ്പോൾ വീടും പരിസരവും മൊത്തവും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ വീടിനെ അവർ ചോദിക്കുന്ന പ്രൈസിലേക്കാണ് നമ്മൾ കിടക്കേണ്ടത്. അപ്പോൾ പ്രൈസ് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള തീർച്ചയായിട്ടും വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. എല്ലാം വാരിക്കോരി ചെയ്തോളാം, പൊളിച്ചേക്കുക. അപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നത് 2,45,00,000 രൂപ. പ്രൈസ് നെഗോഷ്യബിളാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ നമ്പർ എടുക്കുക, അതിലേക്ക് വിളിക്കാം, നേരിട്ട് വരാം, പ്രോപ്പർട്ടി കാണാം, സൈറ്റ് വിസിറ്റ് എടുക്കാം, കാര്യങ്ങളൊക്കെ കണ്ട് വിലയിരുത്താം. ഇനി വെള്ളം കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാം. വീടിൻ്റെ ഫുൾ കാര്യങ്ങളും കണ്ട് നോക്കി മനസ്സിലാക്കി വിലയിരുത്തിയതിന് ശേഷം നല്ലൊരു ഡീലിലേക്ക് എത്തിച്ചേരുക. പ്രൈസ് ബാർഗെയിൻ ചെയ്തോളാം, അതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തം. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ ഡീലുകൾ നിങ്ങളുടെ പക്കലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഒരുമിച്ച് നല്ല നല്ല ഡീലുകൾ അതിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വ്യത്യസ്തമായ മറ്റൊരു ഡീലുമായിട്ട് നമ്മൾ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.